സ്വപ്നതുല്യമായ തുടക്കമായിരുന്നു ബയേൺ മ്യൂണിക് തട്ടകമായ അലയൻസ് അരീനയിൽ ഒരു ഗോളിന്റെ കടവുമായി എത്തിയ റയൽ മാഡ്രിഡിന് കിട്ടിയത്. മത്സരം തുടങ്ങി ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഗോൾ. മത്സരത്തിൽ 1-0 മുന്നിൽ. അഗ്രിഗേറ്റിൽ 2-2 സമനില. അതും ഒരിക്കലും പിഴക്കാത്ത ബെർണബ്യൂവിലെ സ്വന്തം തട്ടകത്തിൽ തങ്ങളെ വെള്ളം കുടിപ്പിച്ച മാനുവൽ ന്യൂയറുടെ പിഴവിൽ നിന്ന് 100-ൽ ഒരു തവണ മാത്രം സംഭവിക്കുന്നത്. ന്യൂയറുടെ മിസ് പാസ് ആർദറെ ഗുള്ളർ പിടിച്ചെടുത്ത് തൊടുത്ത ലോങ് റേഞ്ച് പ്ലേസിംഗ്. അഡ്വാൻസിൽ നിൽക്കുകയായിരുന്ന ന്യൂയറെ കടന്ന് വല തൊടുമ്പോൾ റയൽ താരങ്ങളും ആരാധകരും ഒരു റെമൻഡാഡോ സംഭവിക്കുമെന്ന് തന്നെ കരുതി. എന്നാൽ ഒരു ഗോൾ വഴങ്ങിയിട്ടും നിശബ്ദമാകാൻ കൂട്ടാക്കാതിരുന്ന അലയൻസ് അരീനയിലെ കാണികൾക്കായി 6-ാം മിനിറ്റിൽ തന്നെ ഒരു നിമിഷം പിറന്നു. കിമ്മിച്ചിന്റെ സെറ്റ് പീസ് വലയിലാക്കി പാലോവിച്ച് ബയേണിനെ മത്സരത്തിൽ സമനിലയിലും അഗ്രിഗേറ്റിൽ മുന്നിലും എത്തിച്ചു. മത്സരം അങ്ങോട്ടും ഇങ്ങോട്ടും കടുക്കുന്നതിനിടയിൽ 21-ാം മിനിറ്റിൽ തുർക്കിഷ് മെസ്സി വീണ്ടും അവതരിച്ചു. താരം ഒന്നാന്തരം ഫ്രീ കിക്ക് ന്യൂയറിന്റെ കൈകളെയും ഭേദിച്ച് വലയിലാക്കി. വീണ്ടും അഗ്രിഗേറ്റിൽ സമനില. എന്നാൽ ആ ആഘോഷത്തിന് 10 മിനിറ്റ് മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഒബമാക്കാനോ ബോക്സിലേക്ക് നീട്ടി നൽകിയ ഒന്നാന്തരം ബോൾ മറിച്ചെടുത്ത് ഹാരി കെയ്ൻ റയൽ ഗോൾ കീപ്പർ ലൂനിനെയും മറികടന്ന് വല തൊടിപ്പിച്ചു. വീണ്ടും ബയേണിന് മുൻതൂക്കം. തിരിച്ചടിക്കാനുള്ള റയൽ ശ്രമങ്ങൾക്കിടയിൽ 40-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു പെർഫെക്റ്റ് ഷോട്ട് ബയേണിന്റെ ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. 2 മിനിറ്റുകൾക്കകം തന്നെ വിനീഷ്യസ് തന്നെ നൽകിയ ഒരു പാസിൽ ക്ലിനിക്കൽ ഫിനിഷിലൂടെ എംബാപ്പെ ഹാഫ് ടൈം ഷോ അവസാനിപ്പിച്ചു. സംഭവബഹുലമായ ആ ഹാഫ് ടൈമിൽ 5 ഗോളുകളാണ് പിറന്നത്. റയൽ വക 3-ഉം ബയേൺ വക 2-ഉം. അഗ്രിഗേറ്റിൽ അപ്പോൾ 4-4 സമനില. റയലിന്റെ ഗോൾ ദാഹത്തോടെയാണ് കളിയുടെ 2-ാം പകുതി ആരംഭിക്കുന്നത്. 56-ാം മിനിറ്റിൽ എംബാപ്പയുടെ 1 ടച്ച് ടാപ്പിംഗ് ഗോൾ ന്യൂയർ പണിപ്പെട്ട് തട്ടിയകറ്റുന്നു. 65-ാം മിനിറ്റിൽ വാൽവർഡോയുടെ കിക്കും ന്യൂയറുടെ കൈകളിൽ വിശ്രമിക്കുന്നു. മറുഭാഗത്ത് ലൂയിസ് ഡയസും ഒലീസയും കെയ്നും ചേർന്ന് പല തവണ റയൽ മുഖം വിറപ്പിക്കുന്നു. അതിനെ തടുക്കാനെന്ന വണ്ണം റുഡിഗറും മിലിറ്റാവോയും കാമവിംഗയും എല്ലാം യെല്ലോ കാർഡ് വാങ്ങുന്നു. കൊമ്പനി മുസിയാലയെ കൂടി ഇറക്കിവിട്ടതോടെ ബയേൺ മുന്നേറ്റത്തിന് ശക്തി കൂടുന്നു. 86-ാം മിനിറ്റിൽ മത്സരത്തിലെ ടേണിംഗ് മൊമെന്റ് ഉണ്ടാകുന്നു. കാമവിംഗ 2-ാം യെല്ലോ കാർഡും വാങ്ങി ചുവപ്പു കാർഡ് കണ്ടു പുറത്താകുന്നു. 61-ാം മിനിറ്റിൽ ഇറങ്ങി 25 മിനിറ്റിനുള്ളിൽ പുറത്തുപോയ കാമവിംഗയുടെ എക്സിറ്റ് ആണ് കളി ബയേണിന് തിരിച്ചു നൽകിയത്. 3 മിനിറ്റിനുള്ളിൽ ബയേൺ മുന്നിലെത്തിയ ഗോൾ പിറന്നു. മുസിയാല പിറകിലേക്ക് തളികയിലെന്ന വണ്ണം വച്ച് നീട്ടിയ പന്ത് ലൂയിസ് ഡയസ് മനോഹരമാക്കി വലയിലാക്കുന്നു. കളിയുടെ ഇഞ്ചുറി ടൈം തീരാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഒറ്റയ്ക്ക് മുന്നേറി ഇടതുമൂലയിലേക്ക് തൊടുത്തു നേടിയ ഗോളിൽ ഒലീസ ആ ഗ്ലോറി 6-4 എന്ന അഗ്രിഗേറ്റ് സ്കോറിൽ സീൽ ചെയ്യുന്നു. ബാഴ്സലോണയെ പോലെ ആദ്യം മോഹം തന്ന് പിന്നീട് റെമൻഡാഡോക്ക് നിൽക്കാതെ റയലും ചാമ്പ്യൻസ് ലീഗ് 2026 സീസണിൽ സെമി കാണാതെ പുറത്താകുന്നു. ലാലിഗ കിരീടമുറപ്പിച്ചതിന്റെ ആശ്വാസം ബാഴ്സക്കുണ്ടാകുമെങ്കിലും ഒരു ട്രോഫിലെസ് സീസൺ കൂടി റയലിന് എങ്ങനെ താങ്ങും?